ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ലിതീഷ് മൈത്ര. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണി ഒരുക്കുക? കണി ഒരുക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത്? അതെങ്ങനെ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താം? ആത്മീയാർത്ഥം എന്ത്? ഭൗതികാർത്ഥം എന്ത്? ഇതിലേക്ക് ഒന്ന് നോക്കിയാലോ? നമ്മൾ ആരാധനാലയങ്ങളിൽ പള്ളികളിലൊക്കെ നമ്മൾ കാഴ്ച വെക്കുക എന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. അതുപോലെ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അണിയിച്ചൊരുക്കി കൊടുക്കാറുണ്ട്. ഇതിൽ നിന്നുള്ള അർത്ഥവും ഇതുമായിട്ടൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ആചരണങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കാൻ പറ്റും. കേരളത്തിലെ മലയാള മാസത്തിലെ മേടമാസമാണ് സൂര്യൻ്റെ ഉച്ചരാശിയായിട്ട് പറയുക. അതായത് മേടമാസത്തിൽ സൂര്യൻ ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജമണ്ഡലങ്ങളും സൂര്യൻ്റെ ഊർജ്ജമണ്ഡലവും തമ്മിൽ ഒരു ഊർജത്തിൻ്റെ വിനിമയം അല്ലെങ്കിൽ ചേരൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേണ്ട ഒരു വർഷത്തേക്ക് വേണ്ട ഊർജം നമ്മൾ സംഭരിച്ച് വെക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഈ മേടമാസത്തിലെ വിഷു ദർശനം കൊണ്ട് ഉദ്ദേശിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോളാർ വെച്ച് നമ്മൾ ഊർജ്ജം സ്വീകരിച്ച് ബൾബ് തെളിക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ശരീരത്തിന് അതിന് വേണ്ട ഊർജ്ജം സംഭരിച്ച് വെക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേടമാസമായി കഴിഞ്ഞാൽ ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ കടുത്ത ചൂടിൽ നിന്നും തണുത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് പ്രകൃതി മാറുന്ന അവസ്ഥ കൂടിയാണ്. അന്ന് കർക്കിടക മാസത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും, ശരീരത്തിൻ്റെ രോഗവ്യാപനം ഉണ്ടാകും. രോഗവ്യാപനത്തിലൂടെ അണുക്കളൊക്കെ കൂടുതൽ അന്തരീക്ഷത്തിൽ നിറയുന്നൊരു അവസ്ഥ കൂടിയാണ്. അന്ന് ഈ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആ ഊർജത്തിൽ നിന്ന് ശരീരം ഈ അണുക്കളിൽ നിന്ന് രക്ഷ നേടുക എന്നൊരു ധർമ്മം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആചരണങ്ങളിൽ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ടതായിട്ട് ഇല്ല. അതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കൃഷ്ണവ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ദൈവം എന്താണെന്നും കൂടി എന്നൊക്കെ അറിയേണ്ടി വരും. അപ്പോൾ അരൂപിയായിട്ടുള്ള ദൈവത്തെ, രൂപമില്ലാത്ത ദൈവത്തെ രൂപത്തിൽ ആചരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ വിഗ്രഹാരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. രൂപമില്ലാത്ത ദൈവത്തെ രൂപത്തിൽ ആചരിക്കുന്ന പ്രക്രിയ നമ്മുടെ ബോധം എന്നൊക്കെ പറയാം. നമ്മൾ ബോധം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓരോവിധ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പല ബുദ്ധി ഉണ്ടാകാനായിട്ട് ഓരോ ഭക്ഷണ വസ്തുക്കളൊക്കെ കഴിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ ബോധത്തെ ഉണർത്താനായിട്ട് ഓരോ ആചരണങ്ങളൊക്കെ നമ്മൾക്ക് ഉപകാരപ്പെടുത്തുന്നതാണ്. അതിനാണ് ആചരണങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല,